അപ്പോളേ കുറച്ചു കാലമായി നമ്മളെ ഫേസ്ബുക്കിൽ കുറച്ച് അമ്മമാരുണ്ടല്ലോ കുറ്റം കണ്ടുപിടിച്ചിട്ടുണ്ടേ. അപ്പോൾ ഓല് കുറച്ച് കാലമായിക്കണു നമ്മൾ കാവേരി ഞാൻ ഇത്ര സ്നേഹത്തിലാണെങ്കിലേ വടിയും തോട്ടിയൊന്നും ഇല്ലാതെ കൊണ്ടടക്കട്ടെ, ഇത്ര സ്നേഹമുള്ളവർക്ക് വടിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് വെല്ലുവിളിയും ഇതൊന്നുമല്ല കേട്ടോ, വെല്ലുവിളി സ്വീകരിച്ചൊന്നുമല്ല. ഇന്ന് ഞാൻ അങ്ങനെ ഇറങ്ങി അപ്പം ഇന്ന് ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഏത് നമ്മൾ വടിയും തോട്ടിയൊക്കെ എടുക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മളെ ആന അനുസരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ആനയുടെ കാര്യമല്ല, എൻ്റെ ആനൻ്റെ മാത്രം കാര്യം ഞാൻ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ ആനക്ക് എനിക്ക് തോട്ടിൻ്റെ ആവശ്യമില്ല, വടിൻ്റെ ആവശ്യമില്ല, 30 പേർക്ക് ഞാൻ ഇന്നെ കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നടത്താൻ പോകാൻ നമ്മൾ അങ്ങനെ പോകുന്നുണ്ട്. ഏത് തോട്ടിയില്ല വടിയില്ല, ഞാൻ ഉത്തരം കൂടിയാണ് തീർന്നാൽ കഴിഞ്ഞല്ലോ. ഇതുവരെ ചെങ്ങലില്ലാത്ത കേസ്, ചെങ്ങലില്ലാതെ ഞാൻ കൊണ്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തോട്ടിയും പടിയാണ് പ്രശ്നം. അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ നല്ല കുട്ടപ്പനായി 2 ഇതിനേലും ചൂസ് ഇടുകയാണ്. ഇന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, അപ്പോൾ കഴിഞ്ഞ് വരികയാണ്. ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ നടന്നു വരിക. അപ്പോൾ നടക്കാൻ പോവാണ് ഏതായാലും. കയറി വാ ഇവിടെ വാ ഗേറ്റ് എടുക്കടാ ഇവിടെ വാ. ആ വാടാണ്ടിക്കേ ഇനി എന്താ ഇതിലൊക്കെ എല്ലാത്തിലും ഒന്ന് കയ്യൊക്കെ നോക്ക്. അപ്പൊ ഇനിയിപ്പോ ആൾക്ക് ഇനിയിപ്പോ മറ്റേ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കണം, ഈ ഒരു പുറത്ത ആളെ നമ്മൾ പിടിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അല്ലാതെ ഇതിനെ നമ്മൾ ഈ പറഞ്ഞ മാതിരി തോട്ടിയും പടിയും കാട്ടി ഇടിച്ചിട്ടും കുത്തിയിട്ടൊന്നും കൊണ്ടിറക്കണ്ടേ. അല്ലടാ ടോർച്ച് അടിച്ചാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഈ പറഞ്ഞ മാതിരി അടിയും കുത്തൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിനങ്ങനെ ഇടിച്ചിട്ടും മേച്ചിട്ടൊന്നും കൊണ്ടിറക്കാൻ പറ്റിയൊരു മുതലും അല്ലത്. 30 ഈ പറഞ്ഞ മാതിരി ഈ ഒരു പരിപാടി നടക്കുള്ളൂ. ഇവിടെ കയറിക്കാൻ ആ പിന്നെ ആളെ പ്രത്യേകം എന്താ വെച്ചാലേ അപ്പോൾ അതേമാതിരി തന്നെ ഞങ്ങൾ പരിപാടി എടുക്കലില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ മറ്റേ പുതിയ അങ്ങാടി നേർച്ചൻ്റെ ആൾക്കാർ നമ്മൾ പിന്നാലെ അടുത്ത് എടുക്കല്ലേ എന്നൊക്കെ ചോദിച്ചു. ഇവിടെ കയറുന്ന പരിപാടി എടുക്കല്ലേ എന്നൊക്കെ ചോദിച്ച് എടുത്തു. അപ്പോഴും പിന്നെ ആൾക്കാരെ കമൻറ്റ് എന്താ പറയുക, പരിപാടിക്ക് ചെങ്ങലിട്ടില്ലെന്ന്. പരിപാടിക്ക് ചെങ്ങലില്ലാതെ ആന കൊണ്ടെടുക്കാൻ പറ്റില്ല, കേസാവും. ഇവിടെ കയറിക്കാൻ കയറിയിടുന്നാൽ അല്ലാതെ എനിക്ക് പരിപാടി എടുക്കാൻ എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. ഇത് ചെങ്ങലില്ലാതെ ഇതിന് ഞാൻ പറഞ്ഞില്ലേ, ഇതിന് ആളെ നേരെ ആൾക്ക് ഇത്ര പ്രശ്നമുള്ളൂ. ആൾക്ക് എന്താ വെച്ചാൽ പുറമേ നിന്ന് ആരും വന്ന് ഭരിക്കാൻ നിൽക്കരുത്, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ആൾ എന്തിനും നമ്മളെ കൂടെ നടക്കും. ഓടി നടക്കടാ.
പോയിക്കോളി. അടിച്ചിട്ട് പോവാ അല്ലേ? ഇവിടെ വാ. ഞാൻ ഒരീസല് ടിപ്പിൽ നടക്കട്ടാ. ഓക്കെ, ഞാൻ ഒരീസല് ടിപ്പിൽ നടക്കട്ടെ. ഇവിടെ കുടിക്കും. ആ ഓക്കെ, എനിക്കൊരു ചായ. അവളെ സൈഡാക്കാം. ഇവിടെ കുടിക്കും. ഇവിടെ വാ. ആ അവിടെ പാർക്ക് ചെയ്യൂ. അവിടെ ഇല്ല കേട്ടോ. അവിടെ തെറ്ററി തെറ്ററിയില്ല. അവിടെ ചെയ്യാൻ ഇവിടെ തെറ്ററിയില്ല. ആരാ സൈമോനോ? ആ ബോർഡ് മറിച്ചല്ലോ കേട്ടോ. ഞാൻ അതിൻ്റെ പൈസ ആരാ കൊടുക്കുക? അപ്പോളേ നിങ്ങൾ കണ്ടില്ലേ, അതിന് ഈ പറഞ്ഞ മാതിരി അടിയും കിടിയും വടിയൊന്നും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അത് വെറുതെ ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ ചൊറിഞ്ഞിട്ട് പറയണം വടിയില്ലാതെ കൊണ്ടെടുക്കാൻ പറ്റില്ല ഒക്കെ. ഞാൻ പറഞ്ഞു ഞങ്ങൾ പിന്നെ അങ്ങനെ കൂടുതൽ സംസാരമില്ല, ഞങ്ങൾ ചെയ്താൽ കാണിച്ചത്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇതുവരെ ഒന്നും ഇത് ഇവിടുന്ന് വീട്ടിൽ പോകണം. അതിനെ ഞങ്ങളങ്ങനെ അടിച്ചിട്ടുള്ള പരിപാടിയൊന്നും അല്ല. ഇവിടെ വാടാണ്ടിക്ക് എന്താ അവിടെ ലഡു എങ്കിൽ ലഡു. അവിടെ ഒരു 3 ലഡു എടുത്തുകൊണ്ടോ? ലഡുവും ജിലേബിയും കഴിക്കൂ ചെയ്യാതെ. ലഡുവും ജിലേബിയും ഇല്ല. അല്ല ഇജ്ജ് തിന്നിട്ട് പോയപ്പോ ഞാൻ തിന്നാൻ കഷ്ടം കൊടുക്കരുത്. ഒക്കെ ഇന്നിപ്പോ ചായ അടിച്ചാ നേരെ സമ്മതിച്ചൂലാന. അവനെ മതില് വിളിച്ചല്ലോ കേട്ടോ. എന്നൊക്കെ ചായ വൈകോ ജ്യൂസ് ആക്കണോ? ചായ പറഞ്ഞാലും കുടിച്ചായിക്കണ്ടേ. ഇങ്ങനെ ഞങ്ങളിതാ വൈകുന്നേരം നടത്തത്തിലാണ്. ചായ അടിച്ചാൻ വന്ന വാ. ഓ സിയാദോളെ ചോക്കോബാർ ഉണ്ടാവും, വാങ്ങി പോരെ. ഇവിടെ ഇരിക്കും മനസ്സാ. ഇവിടെ ഇല്ലാതെ എത്ര സാറല്ലേ? ഞാൻ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അപ്പൊ ഇങ്ങനെ കഴിഞ്ഞ് നേരം വൈകി. വാ ഞങ്ങൾ കൂടെ ഐസ് വന്നിട്ട് കൊടുത്താളാ. ഇങ്ങോട്ട് കേൾക്കാൻ ഓക്കെ. ഇവിടെ കയറിക്കാൻ
ചോക്കോബാർ കൊടു. ആ കൊടുറാ തമ്പി. ഓടി നടക്കാണ്ടിയേ. ഇതിൽ അടുത്ത കമന്റ് എന്തേക്കാരം ഇതുവരെ വടിയും തോട്ടി എടുത്തു നോക്കാട്ടോ. ഇനിയിപ്പോ ഇതിൽ അടുത്ത കമന്റ് ഞാൻ പറഞ്ഞുതരാം. ആനയെ വടിയും തോട്ടിയും ഇല്ലാതെ കൊണ്ട് നടന്നു, ഇതിനെതിരെ കേസ് എടുക്കണം. എന്ത് അമ്മയെ തല്ലിയാൽ 2 കൂട്ടരുണ്ടല്ലോ അല്ലേ. അപ്പോൾ നോക്കണം ഇവിടെ കയറുന്ന. അപ്പോൾ ഇത് ചെക്കന്മാർ കുറേ 2-3-4 കമന്റ് 2-3-4 പ്രാവശ്യം വന്നു. അങ്ങനെ അത്ര സ്നേഹമുള്ള ആനയാണ് എന്തിനാ വടിയും കിടിയൊക്കെ. അപ്പോൾ അത് കണ്ടില്ലേ, വടിയില്ല കിടിയില്ല ഒരു വലക്കിയില്ല. ഇവിടെ കയറിക്കാൻ ഇത് അവിടെ തിജും കത്തുണ്ട്. കയറിടാൻ ആൾക്ക് അങ്ങനെ തീയും പോകുമ്പം മറ്റേ പടക്കും പൂത്തിരിയും പട്ടാളൊന്നും ഒരു പ്രശ്നമില്ല. ആൾക്ക് കയറിടാൻ നമ്മൾ ഉണ്ടായാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ എന്നാള് പടക്കം പൊട്ടിച്ചപ്പോൾ ആന ചാടി കളിച്ചു പേടിച്ചു എന്നൊക്കെ കുറേ ആൾക്കാരാണ്. അത് പേടിയല്ല, ആൾക്ക് അങ്ങനത്തെ ഒരു സംഗതി ഒരു പേടി മൂപ്പത്തിയാർക്കില്ല. മൂപ്പത്തിയാർ അന്നെന്താ വെച്ചാൽ പിന്നിൽ കൊടുന്ന് പൊട്ടിച്ച ദേഷ്യമാണ് കാട്ടിയത്. അതായത് അപ്പം ആന ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാത്രി പിന്ന് കൊടുന്ന് പൊട്ടിച്ചാൽ ആന ഇളകാതെ നിൽക്കുമോ, അത്രേ ഉള്ളൂ. അല്ലാതെ അന്ന് കുറേ കമൻറ്റ് കണ്ടു, കുറേ പേടി കീടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേ. ഇതിനങ്ങനത്തെ ഒരു സംഗതി പേടി ഞാൻ കണ്ടിട്ടില്ല. ഒരുവിധം ആനക്കൊക്കെ കുതിരകളെ ഭയങ്കര പേടിയാണ്. അതിനില്ല പേടി. ഇതിനിങ്ങനെ പേരിടാൻ ഇതിനൊറ്റ കാര്യമുള്ളൂ, നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ 36 എന്തിനും റെഡിയാണ്. അപ്പോൾ ആ ഒരു കേസ് ക്ലോസ് ആയില്ലേ. വടി ഇടി കടി പേരിടുന്ന ആനക്കുട്ടിയെ നീ AI ആണ് പറയോ. അപ്പോൾ ഇത് ഒരു വെല്ലുവിളിയൊന്നല്ല കേട്ടോ. ഇത് ഞങ്ങൾ തമ്മിലുള്ളൊരു ഇതിൻ്റെ കേസാണ്, അല്ലാതെ വേറെ സംഗതികളൊന്നും ഇല്ല. കുറച്ചേരം കയറുന്നാൾ അവിടെ ചെയ്യാൻ ഓടിയെടുക്ക്. എങ്ങനെ ഓടിയെടുക്ക്. പോരാ സ്പീഡില്ല. ഓടി നടക്കാനെ കുട്ടിച്ചേ. പോട്ടെ ഓടിയെടുക്കും. ആ ഓടിയെടുക്കും. പറക്കട്ടാനെ കുട്ടി. ആ പോറ്റെ. എങ്ങനെ ഓടല് പോരാ. അത് വെല്ലിമാരോട്ടോ ആനക്കുട്ടികൾ പോയതിൻ്റെ പരിപ്പായേ. ഇങ്ങനെയല്ല. ഓടട്ടെ കുട്ടിയേ. ഓടിയെടുക്കാൻ പറക്കട്ടാന കുട്ടി. ഇവിടെ വടവാൻ അപ്പോൾ അതാ ചോക്കോബാർ തിന്നുകാണ്ട് അതിൻ്റെ കോല് എന്താ കാട്ടിൽ കുറേ ആൾക്കാർ സംശയം. അതാ കോല് അവിടെ തുപ്പിട്ടോ. എനിക്കത് പൊളിച്ചട്ടെ. ഇപ്പോൾ കണ്ട ആക്രാന്തം കണ്ട ഓള് ബിസ്ക്കറ്റ് ഇപ്പോൾ ആ കടിയുള്ള മുഴുവൻ തിന്നുകാണ്ട് വരികയാണുള്ളൂ.
അപ്പോൾ ഓൾക്കൊരു തീറ്റ പിരാന്താണ്. പിന്നെ ഇതും ഈ പറഞ്ഞ മാതിരി എല്ലാവരും കൊടുത്താലൊന്നും ഇല്ല കേട്ടോ. 36 എന്താ വെച്ചാൽ ഇത് പിന്നെ ഓളെ പെരയാണ്. ഇവിടെ മുറ്റത്തെത്തിയ ഓൾക്ക് ഭയങ്കര ഭരണമാണ് ഞങ്ങളോട്. പിന്നെ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും കുറുമ്പോ ദേശം കാട്ടണേ ഓള് വീട്ടിൽ നിന്നേ കാട്ടുള്ളൂ. പുറമെ പോയാലും 36 ഞങ്ങളെ കൂടെ എന്തിനും ഉണ്ടാവും. അങ്ങനെ നമ്മളെ കുറുമ്പ് കാട്ടാനോ ഞങ്ങളോട് പിണങ്ങാനോ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ എത്തിയാലും ആള് ഓൾക്കൊരു ഭരണം ഉണ്ട് അല്ലേ. അത് ഈ പെൺകുട്ടികളെ കെട്ടിച്ചാണ്ടല്ലോ ഓലെ പെരിയിലെത്തിയ ഓൾക്കൊരു തണ്ടേക്കാരല്ലോ. കെട്ടിച്ചോടത്ത് പോകുമ്പോൾ ഒന്ന് ഒതുങ്ങും. അതേമാതിരിയാണ് ഓൾക്ക്. പുറത്തിറങ്ങിയ ഓള് കണ്ടീഷനാണ്. നമ്മളെ മുത്താണ് അല്ലേ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നടന്നു പോയി വന്നു ചായ കുടിച്ചു. വടിയില്ല ഇടിയില്ല അടിയില്ല. ആരെയും കണ്ടോ? അത് വെറുതെ ഇങ്ങനെ ഓരോരുത്തർക്ക് എന്തിനാണ് വെറുതെ ഇങ്ങനെ നമ്മളിങ്ങനെ മര്യാദ കിടക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെ ഒരു ചൊറിച്ചിൽ വരികയാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പറയാൻ വേണമല്ലോ. അപ്പോൾ ഞങ്ങൾക്കും തന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാനും വേണമല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഞാൻ അടിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഇവിടെ ഒരു അടിയൊക്കെ കൊള്ളുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മാസത്തിലൊന്നോ അതൊന്നുമല്ല. അത് ഇതേമാതിരി എന്തെങ്കിലും വണ്ടി മറിച്ചിടുക അല്ലെങ്കിൽ നമ്മളില്ലാത്ത നേരത്ത് അതേമാതിരിയൊക്കെ കളിച്ചിക്കാണ്ട് ചിലപ്പോൾ മിററൊക്കെ പൊട്ടിച്ചു. അത്രേ ഉള്ളൂ. വേറെ സംഗതികളൊന്നുമില്ല. ഇവിടെ കാനക്കുട്ടിയെ ഇവിടെ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാടി ഇവിടെ വാ ഇവിടെ വാ 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 വാന്ന്. വണ്ടി കണ്ട അതിൻ്റെ അടിയിലേക്ക് ഒരു പാച്ചില നോക്ക്. ഇവിടെ വാ. ഇത് കണ്ടോ, ഇതിപ്പം മറ്റേ ഇടിച്ചു വരുത്തിയല്ലേ ഞാൻ. ഇവിടെ വാ. ആ ഡാൻസിനൊക്കെ ബൈക്ക് ഇതുണ്ട് കേട്ടോ, പിലാവിൻ്റെ ഇലയുണ്ട്. എന്നാൽ ഇനിയിപ്പോൾ അതായിട്ടാണ് പോകാൻ നമുക്ക്. വാ മക്കളോടെ മക്കളോട് വാ ഇവിടെ വാ. നീ പണി എടുക്കൊണ്ടും മാണി വടിയും കിടിയൊന്നും ഇല്ലാതെ എടുക്കാം. ഇവിടെ വാ. ഇതെടുത്തേ. കൂട്ടിയെടു ഇവിടെ ഇവിടെ അതല്ല അവിടെ ചെയ്യത് അവിടെ ചെയ്യത് ഇതിവിടെ ആ അവിടെ വയ്യാണ്ടി ഇങ്ങടാ ആണ്ടി ഇങ്ങട് കൂട്ടിയെട് ചുമടത്തായിക്കാണ്ടിയേ. ആ ഇനി വാ 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 ഇവിടെ വാ. വാണ് കുട്ടിയെ. ആ ഇജിങ്ങനെ പിടിച്ചിട്ടുണ്ട ഒരു കിൻഡൽ സാധനം ഉണ്ടല്ലോ. ഇങ്ങോട്ട് ഇവിടെ വാ. വടാ വാടാണ്ടി ഇങ്ങടെ. ഇവിടെ വാ. ഇനി നോക്ക് മിറ്റത്ത് നിന്ന് ആമകീറ ഉണ്ടോള്. മിറ്റത്ത് നോക്ക് നടന്നാൽ എത്തൂല. അങ്ങോട്ട് കാണാൻ ഓടുന്നു. ഇവിടെ വാ. ഇവിടെ വാടി. എനിക്ക് നടക്കാൻ ഞാൻ പിച്ച വെച്ച് പഠിപ്പിച്ചാരങ്ങട്ട്. ഇവിടെ 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 കേടാ. ഇവിടെ വാടാണ്ടിങ്ങട്. ഇവിടെ നടന്നുകൂടങ്ങട്ടെ. ഒയ്ക്ക ചേർന്ന് ആ കുട്ടികളെ പേടിപ്പിച്ചല്ലേടി. ഐ മേത്തരല്ലടാ നായേ. ഓ മേത്ത് കയറല്ലേ. ആ അതാ വരുന്നു ആ ഓള് വരുന്നു. ഞാനല്ലേടാ ദാ പിടിച്ചോളെ പിടിച്ചോ. ബ്രൂണനെ പിടിച്ചോ. ബ്രൂണതാ ഇതാ ഓൻ കൊഞ്ചാൻ വരികയാണ്. ഇപ്പം എങ്ങനെ എനിക്ക് സ്പീഡ് കൂടിയാൻ. ആ വേണ്ട ഇങ്ങോട്ട് പോരി. ഇങ്ങോട്ട് പോരടി. അപ്പോൾ അതാ ഞങ്ങൾ അണ്ടറിൽ എത്തുകയും ചെയ്തു. അപ്പോൾ ഓക്കെ ആയില്ലേ. അപ്പോൾ അതാ ഓക്കെ ആയി. ആന ഒരു കിൻഡല് മരം പിടിച്ച് വരുന്ന മാതിരി വരില്ല. പണിയെടുക്കാനതാ എൻ്റെ ഒരു മാനേജറെ കാര്യം കഥ ഒന്ന് കാട്ടി കൊടുത്താൽ. സബനാണ് ഇതിൻ്റെ മാനേജർ. കണ്ടോ
ബടവാൻ ബടവാൻ അതാണ് കൊച്ചു. മലയാളിനെക്കാട്ടിയും പവറാണ് മാനേജർക്കാരൻ്റെ ആളാണ്. അതാണ് ആ കൊച്ചു. എന്താ ബടവാൻ അപ്പോൾ ഇപ്പോഴത്തെ ഡാൻസ്. അപ്പോൾ അത് അന്നിപ്പോൾ വടി കാണിച്ചാണ്ടായതുകൊണ്ട് ഡാൻസിനെ കൊണ്ടുപോയിട്ടില്ല. ഇനിയിപ്പോൾ ആൾക്കാർ അറിയാം ബാക്കിലോ വടി പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. അവിടെ അവിടെ ഇവിടെ വാ ഇവിടെ വാ അത് മേലെ എടുത്ത് വരും. കുടിച്ചോ. അപ്പോൾ നടത്തം കഴിഞ്ഞാൽ തണ്ണി അടിക്കണം. നടത്തം കഴിഞ്ഞ് വന്നാൽ ആൾ വെള്ളം കുടിക്കും. വെള്ളം കുടിച്ച് കഴിഞ്ഞ് തറി കയറും. പിന്നെ ചോറ് കൊടുക്കും. അപ്പോൾ സംഭവം ഓക്കെ അല്ലേ? ഞാൻ ആര് കമൻറ്റ് വരരുത്. ഇത് അത്ര ഇണക്കും സ്നേഹം ഉണ്ട്. പിന്നെ എന്തിനാ വടി തോട്ടി ഒന്നുമില്ല. അത് ഞാൻ പറഞ്ഞത് ഇതെന്താ സംഭവം. ഇതിലെന്താ വെച്ചാൽ ബ്രൂണോ ക്ലാസ്സിനുണ്ടോ? ഇതിനെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ തോട്ടിയും വടീൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ഒന്ന് സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇവരെ വെറും മർദ്ദിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു സംഗതി അല്ല അത്. ബ്രൂണോ ഇവിടെ കിടന്നിട്ടാണ്. ഇവിടെ 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 വാ ഇവിടെ വാ ഇവിടെ വാ. എന്നാൽ അങ്ങോട്ട് പോരാ കുമ്മന. അല്ലേ ഇജ്ജ് വെള്ളം കുടിച്ചുണ്ടോ? വെള്ളം കുടിച്ചിട്ട് വേഗം കുടിച്ചേ. അപ്പോൾ ഇവിടെ എന്നാൽ ഗോ ടു യുവർ ക്ലാസ്. പോട്ടെ ഗോ ടു യുവർ ക്ലാസ്. ക്ലാസ് പോട്ടെ. ഗോ ടു യുവർ ക്ലാസ്. ബ്രൂണോ നടന്നോട്ടെ. പോട്ടെ ക്ലാസ് പോട്ടെ. അതല്ല ഇല പിന്നെ തിന്നാ. ചോറ് വെച്ചിട്ടല്ല ഇല ഇവിടെ. പോട്ടെ ക്ലാസ് പോട്ടെ. ഓട്ടടി. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി എല്ലാ ഇവിടെ വാൻ ഇവിടെ കയറിക്ക്. ഇവിടെ വാ. ഇല കണ്ടിട്ട് നോക്ക്. അങ്ങോട്ടും ഒരു ചായ്വ്. അപ്പോൾ എല്ലാ ആനകളും ഈ പറഞ്ഞ മാതിരി ഇടി മാത്രമൊന്നുമല്ല. ചില ആനകളെ അടിച്ചാതെ കൊണ്ടുനടക്കണം. ഇതിനൊക്കെ ഈ പറഞ്ഞ മാതിരി ഇവിടെ സംഗതി എങ്ങനെയാ വെച്ചാൽ ഇവർക്ക് മേലുവേദനയായ വിഷയമാണ്. അതായത് തെറ്റ് ചെയ്താലൊക്കെ ആന അടിയൊക്കെ വാങ്ങും. തെറ്റ് ചെയ്യാതെ ഉണ്ടല്ലോ ഇടി വെറും മർദ്ദനം ആ പരിപാടി നാളെടുത്ത് നടക്കില്ല. ആൾക്കതിൻ്റെ ആവശ്യമില്ല. ആൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരാണല്ലോ. ഇഷ്ടപ്പെട്ടെന്നല്ല ആൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ആൾ മാഷാ അല്ലാഹ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എന്തിനും നമ്മളൊപ്പം ഉണ്ട്. അതിന് കുറേ തോട്ടിയും പടിയും ഞങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇത് എന്ത് AI എന്നൊക്കെ പറഞ്ഞ് വരും. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി. എന്നാൽ പോട്ടെ ക്ലാസ് പോട്ടെ. മാറി വാ. അപ്പോൾ കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിൽ പോയി. ഇനി പരിപാടി എടുക്കാനും ഞാൻ പറഞ്ഞില്ല വടി ഇടിയൊന്നും വേണ്ട. പക്ഷേ ആൾക്കാർ ഇത് പിന്നെ നാട്ടിലായതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ നാട്ടുകാരും വന്നാണ് ഇതിനെ ചൊറിയാനും മാതാനും തൊടാനും ഒന്നും നിൽക്കില്ല. പുറമെന്ന ആൾക്കാർ കയറുമ്പോഴാണ് നമുക്ക് വടിയും തോട്ടിൻ്റെ കഥ. എന്തിനാ വെച്ചാൽ ഓലെ സേഫ്റ്റിക്കാണ്. അല്ലാതെ ആനൻ്റെയും ഞങ്ങളുടെയും സേഫ്റ്റിക്കല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഓക്കെ എന്നാൽ പോട്ടെ.